കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് IAS എടുക്കാം. IASൽ അനുവദിക്കപ്പെട്ട ആകെ തസ്തികകൾ 6877 ആണെങ്കിലും ജോലി ചെയ്യുന്നത് 5577 പേർ മാത്രം. എന്ന് വെച്ചാൽ IASൽ മാത്രം 1300 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി IPS എടുക്കാം. അനുവദിക്കപ്പെട്ട അംഗബലം എന്ന് പറയുന്നത് 5099 ആണ്. സർവീസിലുള്ളത് 4594. ഒഴിവുകൾ എത്രയാണ്? 505. ഇനി IFOS എടുക്കാം. അനുവദിക്കപ്പെട്ട അംഗബലം 3193. സർവീസിലുള്ളത് 2164. ഒഴിവുകൾ എത്രയാണെന്നറിയോ? 1029. നോക്കുക, ഉന്നത ബ്യൂറോക്രസിയിൽ പോലും ഇത്രത്തോളം ഒഴിവുകൾ കിടക്കുന്നു. ഫോറസ്റ്റ് സർവീസിൽ ഏകദേശം 32% ഒഴിവുകളെന്ന് ശ്രദ്ധിക്കുക. IASലാകട്ടെ 1/5 തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭരണനിർവഹണത്തിൽ ഇത്ര ഗുരുതരമായ പാളിച്ചകൾ നിലനിൽക്കുമ്പോഴാണ് അഖിലേന്ത്യാ സർവീസിനെ ഒരു സവർണ ക്ലബ്ബാക്കി മാറ്റാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത്. ഹായ്, നമസ്കാരം. നമ്മുടെ ജനസംഖ്യയിൽ പിന്നോക്കക്കാർ, OBC, പട്ടികജാതി, ഷെഡ്യൂൾ കാസ്റ്റ്, ആദിവാസികൾ, ഷെഡ്യൂൾ ട്രൈബ് എന്നിവർ ചേർന്നാൽ 80%-ലേറെയാണ്. ഈ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ സംവരണമുണ്ട്. എന്നാൽ ഈ സംവരണ തത്വങ്ങൾ ഒന്നും ഫലത്തിൽ യാഥാർത്ഥ്യമാകുന്നില്ല. എവിടെ? കേന്ദ്ര സർക്കാർ. ഈ സത്യമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. രാഷ്ട്രീയക്കാർ വരും പോകും. ഉദ്യോഗസ്ഥ വിഭാഗമാണ് രാജ്യത്തിൻ്റെ സ്ഥിരം എക്സിക്യൂട്ടീവ്, പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. എന്ന് വച്ചാൽ ഭരണനിർവഹണത്തിൻ്റെ യഥാർത്ഥ നെടുന്തൂൺ ബ്യൂറോക്രസിയാണെന്നർത്ഥം. കേന്ദ്രത്തിലെ ഉന്നത ബ്യൂറോക്രസിയുടെ ഘടന എന്താണ്? സാധാരണഗതിയിൽ ഇതായിരിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിപാദനത്തിൻ്റെ ഇതിവൃത്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറ്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത്ര താല്പര്യത്തോടെ അല്ലെങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരവൊന്നും നൽകിയിട്ടില്ല. ചിലത് വക്രീകരിച്ചാണ് തന്നത്. ആ ഉത്തരങ്ങൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഫെബ്രുവരി 12 കേന്ദ്രം നൽകിയ മറുപടി പ്രകാരം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ആ മറുപടി എന്നുള്ളത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് IAS എടുക്കാം. IASൽ അനുവദിക്കപ്പെട്ട ആകെ തസ്തികകൾ 6877 ആണെങ്കിലും ജോലി ചെയ്യുന്നത് 5577 പേർ മാത്രം. എന്ന് വെച്ചാൽ IASൽ മാത്രം 1300 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി IPS എടുക്കാം. അനുവദിക്കപ്പെട്ട അംഗബലം എന്ന് പറയുന്നത് 5099 ആണ്. സർവീസിലുള്ളത് 4594. ഒഴിവുകൾ എത്രയാണ്? 505. ഇനി IFOS എടുക്കാം. അനുവദിക്കപ്പെട്ട അംഗബലം 3193. സർവീസിലുള്ളത് 2164. ഒഴിവുകൾ എത്രയാണെന്നറിയോ? 1029. നോക്കുക, ഉന്നത ബ്യൂറോക്രസിയിൽ പോലും ഇത്രത്തോളം ഒഴിവുകൾ കിടക്കുന്നു. ഫോറസ്റ്റ് സർവീസിൽ ഏകദേശം 32% ഒഴിവുകളെന്ന് ശ്രദ്ധിക്കുക. IASലാകട്ടെ 1/5 തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭരണനിർവഹണത്തിൽ ഇത്ര ഗുരുതരമായ പാളിച്ചകൾ നിലനിൽക്കുമ്പോഴാണ് അഖിലേന്ത്യാ സർവീസിനെ ഒരു സവർണ ക്ലബ്ബാക്കി മാറ്റാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത്. എൻ്റെ ഈ പ്രതിപാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത്? ഒഴിവുകളുടെ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി പിന്നോക്ക, ദളിത്, ആദിവാസി പ്രാതിനിധ്യം എത്രയാണെന്നതിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പെർമനൻ്റ് എക്സിക്യൂട്ടീവായ അഖിലേന്ത്യാ സർവീസിലെ ഏറ്റവും സുപ്രധാനമായ സർവീസ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ IAS ആണ്.
3 വർഷം മുമ്പ് 23/3/2023, അതായത് മാർച്ച് 2023 രാജ്യസഭയിൽ എൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ IAS OBC വിഭാഗത്തിൽ നിന്ന് 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ, അതായത് 5 വർഷക്കാലം, പ്രതിവർഷ ശരാശരി നിയമനം 56 എന്നാൽ ഈ മാസം ലഭിച്ച മറുപടി പ്രകാരം 2020-24 കാലയളവിൽ ഈ സംഖ്യ 49 കുറഞ്ഞു. ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ 28 ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 വർഷ കാലയളവിൽ. അത് പിന്നീടുള്ള 5 വർഷ കാലയളവിൽ 28 എന്നുള്ളത് 27 ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ 13.6 ആ 5 വർഷക്കാലം. ഇപ്പോൾ ഈ സമീപകാലത്തെ 5 വർഷക്കാലത്തിൽ അത് 13.6 എന്നുള്ളത് 13.4 കുറഞ്ഞു. അതായത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിയമനങ്ങൾക്ക് കുറവ് മാത്രമാണ് സംഭവിക്കുന്നത്. 2023 കണക്കുകൾ പ്രകാരം 2018 മുതൽ 2022 വരെ IAS, IPS, IFO സർവീസുകളിലായി ആകെ 4365 നിയമനങ്ങളാണ് നടന്നത്. ഇതിൽ നമ്മൾ ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ OBC വിഭാഗത്തിന് 695, അതിനാൽ 15%. ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിന് 334, അതായത് 7%. ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിന് 166, അതായത് 3+3 സംതിങ്. ഇതാണ് നിയമനത്തിൻ്റെ നിരക്ക്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംവരണ നിരക്ക് എപ്രകാരമാണെന്ന് പരിശോധിക്കണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ OBC 27%, ഷെഡ്യൂൾ കാസ്റ്റ് 15%, 15%, ഷെഡ്യൂൾ ട്രൈബ് 7.5%. ഇനി ഇതിനപ്പുറത്ത് വേറൊന്നും കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിന് ഒരു ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതായത് ജോയിൻറ്റ് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിയമിക്കാം. അതായത് ഈവൻ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന്, സ്വകാര്യ മേഖലയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി നിയമിക്കാം. ഈ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഇത്തരത്തിലുള്ള ലാറ്ററൽ എൻട്രി, അതായത് പിന്നീട് പ്രവേശിക്കുന്നവർക്ക് സംവരണ തത്വം ബാധകമല്ല എന്ന്. അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ആ പട്ടികയിലേക്ക് ഇങ്ങനെ ലാറ്ററൽ എൻട്രിയിലൂടെ വരുന്നവരെ കൂടി കൂട്ടുമ്പോൾ ഈ ശതമാനക്കണക്ക് വീണ്ടും പിന്നോക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രതികൂലമായിട്ടായിരിക്കും ഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനസംഖ്യയിൽ 80% വരുന്ന പിന്നോക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട പ്രാതിനിധ്യം എന്ന് പറയുന്നത് 49.5%. അതാണ് സംവരണ പ്രകാരം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്യൂറോക്രസിയിൽ എത്രയാണ് ഈ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യം? എന്തുകൊണ്ടാണ് സംവരണ തത്വങ്ങൾ ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സ്ഥിതിവിവര കണക്കുകൾ കേന്ദ്ര സർക്കാർ ഒളിച്ചു വെക്കുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം.